ഹലോ. നമ്മളൊക്കെ എപ്പോഴും ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ ഉണ്ടെന്നല്ലേ പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും പറയും, അയ്യോ എൻ്റെ കണ്ണ് ഭയങ്കര ചെറുതാണ്, എനിക്ക് അസ്റ്റിഗ്മാറ്റിസം ഉണ്ട്, നല്ല കണ്ണായിരുന്നെങ്കിൽ എനിക്ക് കണ്ണാടി വെക്കണ്ടായിരുന്നല്ലോ, എനിക്ക് കാഴ്ചക്കുറവുണ്ടാകത്തില്ലല്ലോ. എൻ്റെ മക്കൾക്ക് ഞാൻ എൻ്റെ അസ്റ്റിഗ്മാറ്റിസം കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേരൻസിന് രണ്ടുപേർക്കും കണ്ണിനൊരു കുഴപ്പമില്ല. ഞാനിങ്ങനെ എപ്പോഴും ഓർക്കും, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ അസ്റ്റിഗ്മാറ്റിസം ഉള്ളൊരു കണ്ണ്, രണ്ട് കുഞ്ഞു കണ്ണുകൾ ദൈവം തന്നതെന്ന്. അപ്പം ഞാൻ എൻ്റെ മോടെ വലിയ കണ്ണ്, ഷീ ഹാസ് ബ്യൂട്ടിഫുൾ ഐസ്. ഞാൻ എൻ്റെ മോടെ കണ്ണ് കാണുമ്പോഴത്തേക്ക് ഞാൻ പറയും, അഞ്ജനക്കുട്ടാ നിൻ്റെ കണ്ണ് എന്ത് ബ്യൂട്ടിഫുള്ളാണ്, അമ്മയുടെ കണ്ണ് കണ്ടോ കുഞ്ഞി കണ്ണ, അമ്മയ്ക്ക് ഇതുപോലെ നിന്നെപ്പോലെ നല്ല ബ്യൂട്ടിഫുൾ ഐസ് ആണെന്നെങ്കിലോ എന്ന് ഞാൻ ഓർക്കാറുണ്ട്. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്നൊരു സംഭവം എൻ്റെ ആ ഒരു കാഴ്ചപ്പാട് മാറ്റിമറിച്ചു. ഇപ്പോൾ എനിക്ക് പരാതിയില്ല. എൻ്റെ കണ്ണുകൾ എനിക്ക് അത് ബ്യൂട്ടിഫുള്ളായിട്ടും നല്ലതായിട്ടും എനിക്ക് തോന്നി തുടങ്ങി. അതിനുള്ള ഒരു സാഹചര്യം ഇതാണ്. ഞാനൊരു കേസ് മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഡിസ്ചാർജ് പ്ലാനിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ചാർജ് പ്ലാനർ ആകുമ്പം നമുക്ക് നമ്മുടെ റെഗുലറായിട്ടുള്ള പേഷ്യൻസിനെ നമുക്കൊരു സെറ്റ് ഓഫ് പേഷ്യൻസ് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ പേഷ്യൻസിനെ പോയി കണ്ട് ഒരു ഇനീഷ്യൽ അസസ്മെൻറ്റ് ചെയ്യും. അപ്പം എനിക്കെപ്പോഴും എൻ്റെ പേഷ്യൻസിനെ കാണുന്നതാണ് എനിക്കിഷ്ടം, കണ്ട് നേരിട്ട് സംസാരിക്കും. അപ്പോൾ എനിക്കൊരു ബെറ്റർ ഐഡിയ കിട്ടും വാട്ട് ഡു ദേ നീഡ് ഫോർ ഡിസ്ചാർജ് എന്നുള്ളത്. അപ്പം നമ്മൾ പേഷ്യൻറ്റിനെ കണ്ട് ഒരു ഇനീഷ്യൽ അസസ്മെൻറ്റ് ചെയ്ത് നമുക്കൊരു ഡിസ്ചാർജ് പ്ലാനുണ്ട്. അപ്പം ബൈ ദ ടൈം ദേ ആർ മെഡിക്കലി റെഡി, ഔർ ഡിസ്ചാർജ് പ്ലാൻ ഷുഡ് ബി റെഡി ആൻഡ് ഇംപ്ലിമെൻറ്റഡ്. അതാണ് നമ്മുടെ റോള്. അപ്പം ഞാൻ ഒരു ദിവസം ഇതുപോലെ ഒരു പ്രായമുള്ളൊരു അമ്മച്ചിയാണ്, ഇംഗ്ലീഷുകാരിയാണ്. അവർ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം അഡ്മിറ്റ് ആയിരിക്കുന്നത് സിവിയർ ആങ്സൈറ്റി ഡിപ്രഷനും അങ്ങനെ ഒരു മെൻ്റൽ ഹെൽത്ത് ഡയഗ്നോസിസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യത്തെ ദിവസം ആളെ കാണാൻ പോയപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഭയങ്കര ഡിപ്രസ്ഡാണ്, ഭയങ്കര വിദ്രോണാണ്, എന്നോട് അധികം ഒന്നും സംസാരിച്ചില്ല. ഞാൻ പക്ഷേ ഇങ്ങനെ എൻഗേജ് ചെയ്യാൻ നോക്കി, എനിക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഗ്യാദർ ചെയ്തു. അപ്പം പുള്ളിക്കാർ പറഞ്ഞു, ഞാൻ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്, പക്ഷേ ഐ ഡോണ്ട് റിയലി വാണ്ട് ടു ഗോ ബാക്ക്, ഐ എം സ്കെയർഡ് ടു ഗോ ബാക്ക്, ഐ വാണ്ട് ടു ഗെറ്റ് അഡ്മിറ്റഡ് ഇൻ എ സൈക്യാട്രിക് ഫെസിലിറ്റി. അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് സൈക്യാട്രിക് ഫെസിലിറ്റിയെക്കുറിച്ച് അറിയാവോ, നിനക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാവോ? അപ്പോൾ അവൾ പറഞ്ഞു, നിനക്കറിയാൻ കഴിഞ്ഞിട്ട് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ബാഡാണ്, ഐ ഡോണ്ട് വാണ്ട് ടു ഹർട്ട് എനിബഡി, ഐ ഡോണ്ട് വാണ്ട് ടു ഹർട്ട് മൈ സെൽഫ്, സോ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ഫോർ മീ ടു ഗെറ്റ് അഡ്മിറ്റഡ് ഇൻ ദ സൈക്യാട്രിക് ഹോസ്പിറ്റൽ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ സൈക്യാട്രിക് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻറ്റ് സൈക്കിളിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോഴും ചിന്തിച്ച് കഴിഞ്ഞാൽ പേഷ്യൻസിനെ ഞങ്ങൾക്ക് അങ്ങനെ അവിടുന്ന് വിടാനായിട്ട് എപ്പോഴും എന്തെങ്കിലും കാരണം കൊണ്ട് കുറച്ച് ദിവസം നമ്മൾ നോക്കും, കിട്ടത്തില്ല, പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ ബി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം ഞാനിങ്ങനെ ആദ്യത്തെ ദിവസം അമ്മച്ചിയെ കണ്ടിട്ട് പോയി. പിന്നെ ഞാൻ ഓർത്തു, സൈക്യാട്രിക് ആണെങ്കിൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല, ഞങ്ങൾക്ക് മെൻ്റൽ ഹെൽത്ത് പ്ലേസ്മെൻറ്റ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്, അവരാണ് സൈക്യ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്, ഞാൻ ഡിസ്ചാർജ് പ്ലാനിലാണല്ലോ. അപ്പം എന്നാലും രണ്ടാമത്തെ ദിവസം ഞാൻ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടറും പറഞ്ഞു, എനിക്ക് തോന്നുന്നത് അവർക്ക് സൈക്യാട്രിക് പ്ലേസ്മെൻ്റ് ആയിരിക്കും ബെറ്റർ, വീടൊരു സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അറിയില്ലല്ലോ നമുക്ക് സൈക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന്, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഒന്നും കൂടി പോയി അമ്മച്ചിയോട് സംസാരിച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ ബി, എന്തെങ്കിലും ഒരു സൈക്ക് ബോർഡ് ആൻഡ് കെയറോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ബി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടാമത്തെ ദിവസം വീണ്ടും അമ്മച്ചിയെ കാണാൻ പോയി. അപ്പോൾ അമ്മച്ചി ആദ്യത്തെ ദിവസത്തിനെക്കാട്ടി അമ്മച്ചിയുടെ മുഖമൊക്കെ മാറിയിട്ടുണ്ട്, അമ്മച്ചി കൂടുതൽ എൻഗേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ കണ്ട ഉടനെ അമ്മച്ചി പറഞ്ഞു, എന്നെ നീ കാണാൻ വന്നല്ലോ, താങ്ക് യു ഫോർ കമ്മിങ്, ഞാൻ നിന്നെക്കുറിച്ച് ഓർത്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ നീ എന്നെക്കുറിച്ച് ഓർത്തെന്ന് ചോദിച്ചു. അന്നേരം എന്നോട് പറഞ്ഞു, ക്യാൻ ഐ ഹോൾഡ് യുവർ ഹാൻഡ്സ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ്. അങ്ങനെ അവരെൻ്റെ കൈ പിടിച്ച് കുറച്ച് നേരം അവരെൻ്റെ കണ്ണിലേക്ക് നോക്കി. അത് കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു, ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതിനെന്താ നീ ഹഗ് ചെയ്തോളാൻ പറഞ്ഞു. അവരെന്നെ കുറച്ച് നേരം ഹഗ് ചെയ്തു. എന്നിട്ട് അവർ കരയാൻ തുടങ്ങി. അപ്പം എനിക്കും അറിയില്ല കേട്ടോ, ആ ഒരു എനർജിയുടെ ആയിരിക്കും, എനിക്കും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ വന്ന് ഞാനും കരഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു, ഞാൻ കുറച്ച് നേരം നിൻ്റെ കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുമോ, നീ തിരക്കില്ലെങ്കിൽ ഇവിടെ ഒന്ന് നിൽക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനെന്താ, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കങ്ങനെ എന്താ പറയുന്നത്, പേഷ്യൻസിനോട് സമയം ചിലവഴിക്കുന്ന നമ്മുടെ കുറച്ച് സമയം അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കെന്താ ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ അവിടെ കുറച്ച് നേരം അമ്മച്ചിയുടെ കൈ പിടിച്ച് അങ്ങനെ നിന്നു. അപ്പം അമ്മച്ചി എന്നോട് പറഞ്ഞു, നിനക്കറിയാവോ, നിനക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഹീലിംഗ് എനർജി നിനക്കുണ്ട്, ആരെങ്കിലും നിന്നോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോയെന്ന് പറഞ്ഞു. ഞാൻ കരയാൻ തുടങ്ങി കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷവും എനിക്ക് ഭയങ്കര വിഷമവും വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആരും എന്നോട് പറയാത്തൊരു കാര്യമാണ്,
നീ ഇപ്പം പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിൻ്റെ അമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു നിൻ്റെ അമ്മയുണ്ട്. അപ്പോൾ പറഞ്ഞു നിൻ്റെ അമ്മ ഭയങ്കര ലക്കിയാണ്, ഇതുപോലെ ഒരു കുട്ടി അമ്മയ്ക്ക് ജനിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത് എൻ്റെ അമ്മയുടെ മോളായിട്ട് ജനിക്കാൻ കഴിഞ്ഞു. എൻ്റെ അമ്മ ഭയങ്കര ഗുഡാണ്, ഏറ്റവും നല്ലൊരു പേഴ്സണാണ് എൻ്റെ അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതുകൊണ്ടാണ് നിനക്ക് ഈ എനർജി കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇന്നലെ രാത്രിയിൽ എനിക്ക് ബെറ്ററായിട്ട് ഉറങ്ങാൻ പറ്റി. ഞാൻ ആങ്ഷ്യസ് ആകുമ്പം കണ്ണടയ്ക്കുമ്പം നിൻ്റെ കണ്ണുകളാണ് എൻ്റെ കൺമുമ്പിൽ വരുന്നത്. നിൻ്റെ കണ്ണ് ഭയങ്കര കൈൻഡാണ്, യു ഹാവ് കൈൻഡ് ഐസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഒരു അത്ഭുതപ്പെട്ട്, അതായത് ഇവിടുത്തെ മനുഷ്യരൊക്കെ നമ്മളോട് ഇങ്ങനെ പറയുന്നൊരു ഭയങ്കര അത്ഭുതമല്ലേ, ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് കേട്ട് നിന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ നിൻ്റെ കണ്ണിൻ്റെ ഒരു പിക്ചർ എടുത്തോട്ടെ, എനിക്കത് സേവ് ചെയ്യണം, കാര്യം അതെനിക്കൊരു ലൈഫ് സേവറാണ്. എനിക്ക് വിഷമം വരുമ്പം നിൻ്റെ ആ കൈൻഡ് ഐസിലേക്ക് നോക്കുമ്പം എനിക്ക് ഭയങ്കര ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട്, നമ്മൾ പേഷ്യൻറ്റിനെ കാണാൻ പോകുമ്പോൾ ഞാൻ ഓൾറെഡി ഇമ്മ്യൂണോ സപ്രസൻ്റ് എടുക്കുന്നതുകൊണ്ട് ഞാൻ മാസ്ക് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ എടുത്തോളാൻ പറഞ്ഞു. അവർ ആ കണ്ണിൻ്റെ മാത്രം പിക്ചർ എടുത്ത് എന്നെ കാണിച്ചു തന്നു. ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ, നമുക്ക് അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മളങ്ങനെ പിക്ചറും കാര്യങ്ങളൊന്നും എടുക്കില്ല. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ പിക്ചർ എടുത്തിട്ട് സേവ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു എപ്പോഴും എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ നിൻ്റെ കണ്ണ് ഞാൻ നോക്കും, ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ ആ അമ്മച്ചീനെ സൈക്യാട്രിക് ഹോസ്പിറ്റലിലോട്ട് അഡ്മിഷൻ കിട്ടി. എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ സംഭവങ്ങൾ ഓർക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ എൻ്റെ കണ്ണ് കുഞ്ഞാണ്, കാഴ്ചക്കുറവുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരുന്ന് എനിക്ക് വേറൊരാളുടെ കാഴ്ചപ്പാടിൽ കൊണ്ട് നോക്കിയപ്പം എൻ്റെ കണ്ണ് ബ്യൂട്ടിഫുള്ളാണ്, അല്ലെങ്കിൽ കൈൻഡാണ്, ഹീലിംഗ് ആണെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഒരു വ്യത്യാസം എൻ്റെ കാഴ്ചപ്പാടിൽ വന്നു. ഇപ്പം എനിക്കെൻ്റെ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. അത് ചെറുതോ കാഴ്ചക്കുറവുള്ളതോ ആണെങ്കിലും ഐ ലവ് മൈ ഐസ്. അങ്ങനെ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ? താങ്ക് യു ഫോർ വാച്ചിങ്.